നമസ്കാരം. വേഷഭൂഷാദികളൊക്കെ മാറ്റം വന്ന് നിൽക്കണു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ മുകളിലേക്ക് കയറുക. അപ്പോൾ അടുത്ത ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മുന്നോട്ട് പോകണം. ഇനി കയറുന്ന അഗസ്ത്യമന് അടുത്തേക്കാണ്. നമ്മൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ രീതി തന്നെ പോകണം. എന്തായാലും ജസ്റ്റ് അതിരുമല ബേസ് ക്യാമ്പ് നമ്മളിവിടെയാണ് നിലവിലത്തെ. നമ്മളുടെ വനദേവത വനദുർഗയാണ് കാത്തുരക്ഷിക്കുന്നത്. നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോകുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. അത് നമ്മൾ ചെയ്യണം. ആ പ്രാർത്ഥന ഇവരുടെ അനുഗ്രഹം എല്ലാം വെച്ചാൽ അങ്ങ് മുകളിൽ കയറാൻ പറ്റില്ല. ഇവരാണ് എല്ലാവരും. എത്രമാത്രം പ്രകസനം കാണിച്ചു എന്ന് പറഞ്ഞാലും കാര്യമില്ല, ഇവരുടെ അനുഗ്രഹം ഉണ്ടാവണം. എന്തായാലും നമുക്ക് കയറാം. നമഃശിവായ. നമ്മൾ കഴിഞ്ഞ തവണ പൊങ്കാലപ്പാറ എത്താൻ പറ്റുള്ളൂ. പക്ഷേ ഇത്തവണ പൊങ്കാലപ്പാറ കഴിഞ്ഞിട്ടാണ് വ്ളോഗ് ചെയ്യണത്. കാരണം അവിടെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊങ്കാലപ്പാറ എന്നുള്ള ദൃശ്യങ്ങളാണ്. ലാസ്റ്റ് ടൈം വന്നപ്പോൾ കാണാൻ പറ്റിയില്ല. ഞാൻ കാണിച്ചു തരാം. പൊങ്കാലപ്പാറ ആൾ കയറുന്നുണ്ട്. ഇവിടെ നമുക്ക് മുകളിലേക്ക് കയറണം. എന്തായാലും എക്സൈറ്റഡ്. അന്ന് കയറാൻ പറ്റില്ലല്ലോ. ഇന്നെങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ പുറകിൽ കറക്റ്റ് രണ്ട് വേഗങ്ങൾ തടുക്കുക. അത് മാലാക പോലെ ശിവായ അറിയില്ല. അപ്പം അങ്ങനെ നമ്മൾ പൊങ്കാലപ്പാറയിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കുന്നു. നിലവിൽ ആനപ്പെണ്ടൊക്കെ ഫ്രഷ് പെണ്ണ് കിടക്കുന്നുണ്ട് ഇവിടെ. ഇനിയുള്ള വഴികൾ നമ്മൾ കണ്ടിട്ടില്ല. കാണാൻ പോകുന്ന പൂരം എന്തായാലും നോക്കാം. പോകുന്ന വഴികൾ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞ ലാസ്റ്റ് ടൈം താഴെ എത്താൻ പറ്റുള്ളൂ. ഇത്തവണ മുകളിലേക്ക് എത്താം. ആ വീഡിയോ നിങ്ങൾ കാണിക്കാമെന്നുള്ളതാണ്. എന്തായാലും നിൽഷാദിൻ്റെ കൂടെ പൊളി നമ്മൾ മുകളിലേക്ക് കയറുന്നു. ഫസ്റ്റ് ആക്സസ്. വാ, ഇത് കലക്കി. ഇതിൽ കൂടെ ആണ് നമുക്ക് അങ്ങനെ പോകാൻ പറ്റാഞ്ഞത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പോകുന്ന സമയത്ത് അന്ന് ആക്സസ് ഉണ്ടായില്ല. കാരണം മൊത്തം ഇവിടെ മഴ പെയ്ത് ആ കോമഡിയായിരുന്നു. ഇതാണ് അവസ്ഥ. ഈ അനുഭവം ജീവിതത്തിൽ മറക്കൂല. എന്നോട് ഒരാൾ ചോദിക്കുക, എന്താണ് ഇങ്ങനെ കയറണേ, കൊണ്ട് മാത്രം എടുത്ത്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അഗസ്ത്യ തന്നെയാണെന്ന് തോന്നുന്നു. അഗസ്ത്യ പരമ്പരയിൽ വരുന്നതാണ്. എൻ്റെ ഗുരു പരമ്പരയാണ്. എൻ്റെ ഗുരു പരമ്പരയിൽ നമ്മൾ എല്ലാ ദിവസവും മനസ്സുകൊണ്ട് ഭഗവാനെ വിളിക്കാറുണ്ട്. ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ എൻ്റെ മനസ്സിലെനിക്കിങ്ങനെ ആ ഋഷിവര്യന്മാരെങ്ങനെ പോയിരുന്നു അതുപോലെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. മറ്റേ രീതിയിൽ എല്ലാ രീതിയിലും പോകാം. ഈ വേഷത്തിൽ പോയാൽ മാത്രം സ്പിരിച്വൽ തലത്തിൽ എത്താൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. എൻ്റെ മനസ്സിന് തൃപ്തി തോന്നുന്നത് എനിക്ക് ചെയ്യാമെന്നുള്ളതല്ലേ. മറ്റുള്ളവരെ ഞാൻ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരെ ആശ്രയിച്ചല്ല ഞാൻ പോകുന്നു. എൻ്റെ വഴികൾ തെളിയിച്ച് ഞാൻ പോകുന്നു. അതാണ്. അതുകൊണ്ട് ഞാൻ ഈ വേഷം കിട്ടും. എനിക്കിഷ്ടം.
പ്രകൃതി അറിഞ്ഞു പോകാന്ന് പറയില്ലേ, ചെരുപ്പില്ല ഉണ്ട്. ആളെ എന്ത് വിചാരിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിന് മുന്നിൽ വ്യൂ നല്ല കോട കയറി കണ്ട്. ഇനി ഒരു കാടൊക്കെ ഉണ്ട്, ഒരു കാട് കഴിഞ്ഞിട്ട് പോകാനായിട്ട്. എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ശിവായ ഗുരുവേ സർവലോകാനാം ശ്രീ അഗസ്ത്യമുനിയെ നമ്മ ഒരു കാട്ടിലേക്ക് നമ്മൾ കയറണ്ട്. അവിടെ ഗ്ലോബ് ഇല്ല, സ്റ്റിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, എനിവേ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നു. കുടജാദ്രിക്ക് കയറുന്നൊരു ഫീൽ അല്ലേ കുറച്ചൊക്കെ. പിന്നെ എന്തായാലും എൻ്റെ ആദ്യത്തെ മലയോ ട്രക്കിംഗ് ആയിട്ട് കയറിയത് നമ്മൾ മലയാറ്റൂർ മലയൊക്കെ തന്നെയല്ലേ കേട്ടുള്ളൂ. ശബരിമല കഴിഞ്ഞ മുന്നേ മലയാറ്റൂർ മല അറിയുന്നുണ്ട്. പക്ഷെ ട്രക്ക് ആക്ച്വലി നമ്മൾ കുടജാദ്രി അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല വെയിലാന്നു കേട്ടോ, സ്ഥലം വെയിൽ കൊള്ളാം. നല്ല വെയിൽ, അടിപൊളി വെയിൽ. മുന്നോട്ട് പോവാം. എന്തായാലും വന്ന് കഴിയുന്ന സമയത്ത് നമുക്ക് പറയപ്പെടുന്ന കഥകൾ എങ്ങനെയാണ്, അഗസ്ത്യർ പണ്ട് ഈ മലയിൽ ഉള്ള സമയത്ത് കുറേ ഔഷധ ഗുണമുള്ള സസ്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ മരുന്നുണ്ടാക്കൂലേ, മരുന്നുണ്ടാക്കാൻ ഇങ്ങനെ ഇടിക്കണ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനുപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇത് കാണിക്കേണ്ടത്. ഇതാണ് നിലവിലത്തെ സ്ഥലം. ഇതാണ് നിലവിൽ അഗസ്ത്യർ അടിച്ചരച്ചാൻ ഉപയോഗിച്ച സ്ഥലം എന്നാണ് പറയപ്പെടുന്നത്. അറിയില്ല, ഒരു സംഭവം ഇത് വേറെ എന്തെങ്കിലും രീതിയിൽ വേറെ ആരെങ്കിലും ചെയ്തതാവാം, ആയിരിക്കാം അല്ലേ. പക്ഷെ ഇതിൻ്റെ മുകളിൽ വന്ന് ഇങ്ങനെ ചെയ്യാനായിട്ട് ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യം വേറെ ഇപ്പം നമ്മൾ വേറെ രീതിയിലാവാം. അഗസ്ത്യരാവണമെന്നില്ല. അഗസ്ത്യ പരമ്പര കഴിഞ്ഞതിന് ശേഷം കുറേ ഗുരുക്കന്മാർ, കുറേ വൈദ്യന്മാരും, കുറേ കാരണം സിദ്ധ പരമ്പരയുടെ പിതാവാണ് അഗസ്ത്യർ. ഇവരെ അനുബന്ധമായിട്ട് കുറേ ഗുരുക്കന്മാർ വന്നിട്ടുണ്ടാവും. അവരെല്ലാം മരുന്ന് ശേഖരിക്കാനും വെടിച്ച് പിഴിഞ്ഞ് ഇങ്ങനെ ആക്കാനും ആക്കിയതാവാം. നമ്മൾ പല രീതിയിൽ എടുക്കണം. എന്തായാലും എന്താണ് സംഭവം മനസ്സിലാക്കാം. ഞാൻ കുറച്ച് മുന്നോട്ട് പോകാം. ആവശ്യമായ നമ്മൾ ഒരു കാട്ടിലേക്ക് എത്തിയിരിക്കുകയാണേ. കാട് പോലെ സ്ഥലം. പക്ഷെ കുറച്ച് ഏരിയ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കയറാനായിട്ട്. കാണിച്ചു തരാം. ഫോൺ പിടിച്ച് ജിമ്പിൽ പിടിച്ച് കയറാം. ബുദ്ധിമുട്ടാണ് ജിമ്പിൽ പിടിച്ച് കയറുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാലേ കാല് കിട്ടുന്നതുള്ള നിങ്ങൾ കണ്ടുകൊള്ളുക, ആളുകൾ കയറണുണ്ടോളൂ. ആളെ കയറുന്നുണ്ട്, കണ്ടല്ലേ അവസ്ഥ. എന്തായാലും നമ്മളും കയറും. ഇങ്ങനെ ഒരൊറ്റടിക്ക് കുത്തക സാധനം ലാസ്റ്റ് എന്തായാലും കൊള്ളാം. ഐ ലൈക്ക് ഇറ്റ്. കഷ്ട കൊള്ളാലോ. പിടിച്ചു തരണം മക്കളെ, ഇത് പിടിച്ചു തരണം. പിടിച്ചേരി പോകണ്ടാണ്. പക്ഷേ ഐതിഹാസികമായി കഥ അഭ്യാസം ചെയ്തുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. മിട്ടു
മനസ്സിലായില്ലേ നമ്മൾ ഒക്കെ പഠിച്ചതിൻ്റെ ഞാൻ വഴിയിട്ടാ കൂടുതൽ സംസാരിക്കില്ല, സംസാരിച്ച് ക്ഷീണം വരും. ഒറ്റ കയ്യിൽ ഒരു കയ്യിൽ ഇതും ഒരു കയ്യിൽ വടിയും പിടിച്ചിട്ട് വേണം, റിസ്ക്കാ. എന്നാലും നിങ്ങളൊക്കെ അത് കാണണം, കണ്ടേ പറ്റൂ. കാണുന്ന സംഭവമുണ്ട്, ജീവിതത്തിൽ പലർക്കും കാണാൻ പറ്റില്ല, പ്രായത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും. പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കും. എന്നെ കണ്ട് കാര്യമില്ല, മുന്നിലുള്ള വഴികൾ കാണാം. ആവശ്യമായ ആവശ്യമായ ആവശ്യം 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 ആവശ്യമായ എന്തൊക്കെയോ മരങ്ങൾ, കാടാണ്, പക്കാക്കാട്, മൂട്. കണ്ടോളൂ, ഇതാണ് പക്കാക്കാട്. വായക്കട ബ്രീത്ത് ചെയ്യരുത്, ഈ ബ്രീത്ത് ചെയ്യരുത്, എപ്പോഴും ഈ ബ്രീത്ത് ചെയ്യുക. വായക്കട നമ്മൾ സംസാരിക്കുമ്പോൾ വായക്കട ബ്രീത്തിന് സംഭവിക്കുള്ളൂ, ക്ഷീണം കൂടുതൽ വരാം, അതാണ് പ്രശ്നം. എടാ വിട്ടുന്തേ വേപ്പരാ പറഞ്ഞേ, വന്നേടാ. ഓക്കെ, പിന്നെ കാണാം കുറച്ച് കഴിയുമ്പോൾ. ദുർഘടമായുള്ള വഴികടെ കയറാൻ പോണേ, റോപ്പ് വെച്ച് കയറണം. പക്ഷേ കയറാൻ പറ്റുന്നറിയില്ല, എല്ലാവരും റോപ്പിൽ കയറണേ. ദിൽഷാദൊക്കെ മുകളിൽ കയറുന്നത് നിലവിൽ നിൽക്കണത്, അയ്യോ കാണിച്ചു തരാം. ദിൽഷാദൊക്കെ മുകളിൽ റോപ്പ് വെച്ച് കയറണേ. റോപ്പില്ലാതെ അല്ലാതെ പിടിക്കാൻ പറ്റി കയറാൻ പറ്റും നോക്കാം. എനിവേ, ശിവായ ഗുരുവേ ശ്രീ അഗസ്ത്യ നിങ്ങൾ കാണണം, ഇതൊക്കെ അനുഭവിക്കണം. ഇതൊക്കെ നിങ്ങൾ നമ്മൾ ഈ പോണ ദുരിതങ്ങളൊക്കെ കാണണം. ഏതാ അല്ല അതുണ്ട്, ഇല്ലാതെ വരില്ലല്ലോ. ഞാൻ കയറി ദിൽഷാദിൻ്റെ വികാരങ്ങൾ പുറത്ത് പറയുന്നത്. മുകളിലൊന്നുമില്ലാതെ ഇങ്ങനെ ആരെങ്കിലും പോവോ ദിൽഷാദേ? മുകളിലൊന്നുമില്ലാതെ ആരെങ്കിലും പോവോ? ആ വടി വടിയില്ലെങ്കിൽ നടക്കൂല. ആ ചെറിയൊരു കവർ ചെയ്തു. ഏറെ ഓക്കെ, മുന്നോട്ട് പോകണം. പോവാൻ നമ്മൾ കുറച്ച് എത്താറായിട്ടില്ല. ഞാൻ പറയാം എത്ര കിലോമീറ്റർ ആയെന്നുള്ളത്. നമ്മൾ 4 കിലോമീറ്റർ 2 കിലോമീറ്ററും പോകണം. ഇല്ല 3.5 കിലോമീറ്ററേ ഉള്ളൂ ഇനി പോകാൻ. 2.5 കിലോമീറ്റർ ഇല്ല. ആ ഓക്കെ,
6 കിലോമീറ്റർ ഇല്ലേ? 2 കിലോമീറ്റർ. ഓക്കെ, എന്തായാലും ഇറങ്ങും. പക്ഷെ പെട്ടെന്ന് ഇറങ്ങാം കേട്ടോ, ഏത് പ്രശ്നമൊന്നുമില്ല. മുന്നിൽ വഴി കാണിച്ചു തരാം. എന്നാലും കുറച്ച് കഴിഞ്ഞിട്ട് ദൂരെ നമുക്ക് വ്ലോഗ് ചെയ്യാം. ആവശ്യമായ അങ്ങനെ നമ്മൾ കാടൊക്കെ കയറി എത്തിയ സ്ഥലമാണ്. ഇതുകൊണ്ട് ഈ സ്ഥലം ആണ് ഫുൾ മൂഡ്. വിട്ടുണ്ടാ എന്തായാലും അങ്ങനെ ഇവരാണ് ഇങ്ങനെ കയറി പോണത്. നമുക്ക് മുകളിൽ പൊളി 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 നമ്മൾ ഈ മിട്ടു അങ്ങനെ ആദ്യമായി സാഹസികമായിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തോ ഓക്കെ, നമുക്ക് വടിയൊന്നും വേണ്ട, നമ്മൾ കയറും. അപ്പോൾ നമ്മളും റോപ്പില്ലാതെ കയറാൻ പറ്റുമോ കാണാൻ പറ്റുന്നില്ല. ഫുൾ മിസ്റ്റായി കട്ടാതെ നോക്കട്ടെ. ഇപ്പോൾ നോക്കിയാൽ കണ്ട കാഴ്ച അല്ലെങ്കിൽ കാണാനുണ്ട് ഒന്നുമില്ല. ഇതാണ് ക്രിസ്ത്യാനിടം. എപ്പോൾ കാണും എന്ത് കാണും ഒന്നും പറയാനില്ല. പക്ഷെ റോപ്പിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല കേട്ടോ. ഇത് ഇവിടെ നിന്ന് റോപ്പ് വരേണ്ട ആവശ്യമില്ല. നമുക്ക് സുഖമായിട്ട് കൈപിടിച്ച് ഗ്രിപ്പുള്ള യുനോ സീനില്ല. ഇതൊക്കെ പക്ഷെ ആവശ്യമുള്ളവർക്ക് പോവാം, ആവശ്യമില്ലാത്തവർക്ക് വേണ്ട. അങ്ങനെ പോകാൻ പറ്റുന്നവർക്ക് പോകാം. ഞാൻ കയറുന്ന വഴി എന്താണ് ദിൽഷാദ് എടേ കണ്ടില്ല അല്ലേ? ആ കിതക്കണ്ടില്ല വേണം. നമുക്ക് കയറാം. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ ആക്സസ് ചെയ്ത് ഇങ്ങനെ കയറി 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 വിട്ടുന്തേ ഇനി ആ കാണുന്ന സ്ഥലം കൂടി ഇങ്ങനെ കയറണം. പക്ഷേ നല്ല അണുപ്പാണ്. അത് ഞാൻ 360 എടുത്തിട്ട് കാണിച്ചു കേട്ടോ. ഓക്കെ, അങ്ങനെ മുകളിലെത്തി കഴിയുമ്പോഴേ കുറേ പൂക്കളൊക്കെ കാണാം. മഞ്ഞ, വെള്ള ഞാൻ കാണിച്ചു തരാവേ. ശരി, നമുക്ക് ഈ കാണാണ് നമുക്ക് നീലപ്പൂക്കൾ. ഓക്കെ, അത് മഞ്ഞുണ്ട് ആക്ച്വലി. അതവിടെ ഇതാ ഒരു ഏരിയയിൽ കുറച്ച് മഞ്ഞ പൂക്കൾ കാണണ്ട. അത് മഞ്ഞയാണേ. ഇവിടെ വെള്ളം ഉണ്ടോ? ഇവിടെ നോക്കുവാണെങ്കിൽ വെള്ളം കണ്ടോ? അടുത്തൊന്നും എനിക്കറിയില്ല, നോക്കാം. പക്ഷെ അങ്ങനെ കണ്ട, ഇതൊക്കെ നീല, മഞ്ഞ, പച്ച, ഇവിടെ വെള്ള കണ്ട, ഇവിടെ കണ്ട അങ്ങനെ കുറേ. കാരണം ഇത് ഭയങ്കര രസമാണ്. ഈ പ്രകൃതി ഭയങ്കര രസമായിട്ട് നമുക്കതിനെ ഫീൽ ചെയ്യും. കണ്ടോ? അങ്ങനെ ഇതാണ്. എനിവേ വീണ്ടും മുകളിലേക്ക് കയറണം. നമുക്കിനി ഏകദേശം 2 മണിക്കൂർ 2 കിലോമീറ്ററോളം ഞാൻ കയറാണ്ട് എന്തായാലും. പക്ഷേ വേറെ സംഭവം കാണിച്ചിട്ടുണ്ടോ? എനിക്ക് കാണിച്ചു തരാമേ. ഇല മാത്രമേ ഉള്ളൂ, പക്ഷെ പൂവില്ല. പക്ഷെ അത് പൂവിൻ്റെ പോലെയാണ് ആ സാധനം. എനിക്ക് അതിനെ സൂമിറ്റ് അത് കണ്ട നേരെ നടുക്ക് കാണുന്ന സാധനമല്ലേ? ഞാൻ അടുത്തുകൊണ്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇത് പൂവില്ല, ഇലയാ. അതുപോലെ തന്നെ വേറൊരു സാധനം കണ്ടോ?
ഇതൊക്കെ എന്താ ഇവിടെ കാണണേ? നമ്മൾ പ്രകൃതിയുടെ അടുത്ത് ചെല്ലുമ്പോൾ പ്രകൃതി കാണാത്ത കാഴ്ചകളൊക്കെ കാണിച്ചു തരും. പൂവൊക്കെ പൂത്ത് നമ്മുടെ മനസ്സാണ് ശരിക്കും പൂക്കണ ആ സമയത്ത്. മനസ്സിന് മനസ്സമാധാനം ആക്ച്വലി. അടി കൈയൊന്ന് മുറിഞ്ഞു ചെറുതായിട്ട്, എവിടെയോ വീണതാണ്. ഞാൻ പോലും അറിഞ്ഞില്ല എവിടെ വീണതെന്ന്. കൊള്ളാം. എനിവേ ഹരിയാസ് അറ്റ് ദ പീക്ക് കൊള്ളാം കേട്ടോ. നല്ലൊരു ട്രക്കിങ്ങിൻ്റെ ഒരു മൂഡുണ്ട് അഗസ്ത്യാർകൂടം. ഇഷ്ടപ്പെട്ടു. വെയിലായി, വീണ്ടും മഴ, വെയിൽ, മഴ, വെയിൽ. മൂടേഷ് എനിക്ക് വാ. മഞ്ഞപ്പൂക്കൾ, മഞ്ഞ വെള്ള മുള. കാട്, വീണ്ടും ഘോരമായ കാട്ടിൽ കൂടെയുള്ള വഴികൾ. കാലെന്നില്ല വണ്ടി പൊട്ടി. ഈ കാട് കുറച്ച് കയറിയിട്ട് ബാക്കിയുള്ള വിവരങ്ങൾ പറയാം. എന്തായാലും അറൗണ്ട് ഇനി നമുക്ക് ഞാൻ പറയാം 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ വേണം. 2 കിലോമീറ്റർ താഴെയുള്ളൂ. നോക്കാം. അതുവരേക്കും ഞാനൊന്ന് കുറച്ച് നേരം നടക്കട്ടെ. മല കയറി പോയിട്ട് വരാം. ശിവായ ഗുരുവേ ശ്രീ അഗസ്ത്യ മുനിയെ നമഃ. അങ്ങനെ എത്താറായി. ഒരു റോപ്പോടും കയറി കാണിച്ചില്ല. പ്രകൃതി ഇങ്ങനെ മിന്നായം പോലെ കൊണ്ടിട്ട് കൃഷി കേട്ടോ. നമുക്കിതൊരു കയറാം. ചാടി കോടി കയറിയല്ല. ചാൽവി 1 2 3. ഞാൻ ഓടാണേ. രസമല്ല, ഇതൊക്കെ രസമല്ലടാ. മൂട് I'm at the peak. I'm at the summit. കണ്ട ഇങ്ങനെ കുറച്ച്
കഴിഞ്ഞു, സബ്മിറ്റായി. അമ്പലം എവിടെ? അമ്പലം അമ്പലം കാണണം. കേരള അവിടെ വരെ പോരെ സാറേ? പണ്ടൊരു ആളുകളൊക്കെ ഇതിൻ്റെ അപ്പുറം പോയിരുന്നോ? പൂജയൊക്കെ ഉണ്ടാവല്ലേ? ഈ ഓ ശരി ശരി. ഓക്കെ, എന്നാൽ അവിടെ തൊഴുത് കുറച്ച് ഇരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാം കേട്ടോ. നമുക്ക് ജസ്റ്റ് മുന്നിൽ ഒരു പ്രതിഷ്ഠയുണ്ട്, ഒരു അമ്പലമുണ്ട്. നമുക്ക് അവിടെ പോയി ഒന്ന് കാണാം. ഫ്രണ്ട് വ്യൂ ഈ വഴി ആക്സസ് ചെയ്യണം. ഇതാണ് അങ്ങനത്തെ അയ്യോ അങ്ങനെ കണ്ടില്ലേ തീർച്ചയാതെ. അങ്ങനെ ഫൈനലി അപ്പം ഞാൻ ഇപ്പോൾ മുന്നോട്ട് പോകും. താഴെ ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. ബാക്കി നിങ്ങൾക്ക് വീട് കാണാം, അല്ലെങ്കിൽ നമ്മൾ താഴെ എത്തിയിട്ട് വീഡിയോ എടുത്തിടും. ഓക്കെ, ആശയമായ ശ്രീ ഗുരുവേ അഗസ്ത്യമേ നമസ്കാരം. അപ്പോൾ എല്ലാം പെട്ടെന്നായിരുന്നു. അമ്മേ നമ്മൾ തിരിച്ചിറങ്ങി. ശരിക്കും അവിടെ അത്രയോ കാണാനുള്ളല്ലോ, ആ വ്യൂ ഒക്കെ കാണാം. തിരിച്ച് കാരണം നമ്മൾ തിരിച്ചിറങ്ങിയില്ലെങ്കിൽ ഇന്ന് 11-ാം തീയതി 12-ാം തീയതി ദേശീയ പണിമുടക്കാം. അപ്പോൾ നമുക്ക് നാളെ പോരാൻ പറ്റില്ല. നമ്മൾ സ്റ്റക്കാവും, വെറുതെ സ്റ്റക്കാവും. നമ്മൾ എന്ത് വിചാരിച്ചു വെച്ചാൽ വേഗം കയറി കുറച്ചുകൂടി ഇരുന്നിട്ട് തിരിച്ചിറങ്ങി 2 മണിക്കുള്ളിൽ നമുക്ക് ബോണക്കാട് എത്തുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഏകദേശം ഇപ്പോൾ 1 മണി ആയിട്ടുള്ളൂ. നമ്മളെത്താറായി, താഴെ എത്താറായി. ഒന്ന് ഭക്ഷണം കഴിച്ച് ഡ്രസ്സൊക്കെ മാറി 2 മണിക്ക് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ബോണക്കാട് എത്താം. പിന്നെ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ടോ എങ്ങനെയെങ്കിലും നമുക്ക് തിരുവനന്തപുരം അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് എത്താം. ഓട്ടോ മുഖേന ഇന്ന് രാത്രിയാണല്ലോ, ബസ്സൊക്കെ പിടിച്ച് എങ്ങനെ എത്താം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഇറങ്ങാൻ വിചാരിച്ചു. ഇന്ന് ഇറങ്ങുക എന്തായാലും. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് എത്താൻ സാധിച്ചു. ഭംഗിയായിട്ട് നമുക്ക് എല്ലാം കാണാനും സാധിച്ചു. എല്ലാ കാര്യങ്ങളും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എത്തി. അപ്പോൾ ഇനിയിപ്പോൾ താഴെ എത്തുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം ഉണ്ട് കേട്ടോ. പൈസ കൊടുക്കണം, സീസണിൽ പൈസ കൊടുക്കണം, ഓഫ് സീസണിൽ പൈസ കൊടുക്കണ്ട. ആ പാക്കേജിന് കൂടി പൈസയാണ് അവർ ചാർജ് ആക്കുക. സീസണിൽ പോകണമെങ്കിൽ 3000 രൂപയും ഓഫ് സീസണിൽ 5000 രൂപയാവും. ഇനി 2026 ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് ഫെബ്രുവരി 1 മേ ബി ക്യാൻ ബി ചേഞ്ച്ഡ്. സർക്കാരിൻ്റെ കാര്യമാണ്, പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് കാര്യങ്ങൾ. പോണ വഴി കാണിച്ചു തരാം. വഴികൾ കാട് ഇനി ഇറങ്ങണം. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഇറങ്ങണം നമ്മൾ. അതാണ് ഏറ്റവും വലിയ ഒരു ടാസ്ക്. ശരിക്കും റെസ്റ്റ് എടുത്തിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷേ നമുക്ക് നിവൃത്തികേട് കൊണ്ട് നമുക്ക് ഇറങ്ങിയേ പറ്റൂ. അതാണ് നമ്മുടെ കാര്യം, മനസ്സിലായോ? അപ്പോൾ ഇനി താഴേക്ക് ഇറങ്ങും, ഭക്ഷണം കഴിച്ച് ഇറങ്ങും. 2 മണിക്ക് ഇറങ്ങണം. ഇനിയിപ്പോൾ താഴെ എത്തിയിട്ട് ബോണക്കാട് എത്താറാകുമ്പോൾ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുക. എത്തി എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരേക്കും നമശിവായ. നമുക്ക് പിന്നെ കാണാം എന്തായാലും. ഓക്കെ, ശരി. അങ്ങനെ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ തിരികെ എത്തി. കാട്ടിലൂടെ യാത്ര ചെയ്തു രാത്രി. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫോൺ ക്യാമറ മൊത്തം ബാഗിലായിരുന്നു. ഏകദേശം സമയം പറയാം, 7:45.
വണ്ടി പറഞ്ഞിട്ടുണ്ട്. വണ്ടി വന്നിട്ട് നമ്മൾ വിതുര പോകും. വിതുരയിൽ നിന്ന് നേരെ തിരുവനന്തപുരം. നാളെ ബെസ്റ്റ് സ്ട്രൈക്കല്ലേ ദേശീയപനോണം. ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാം, കാണിച്ചു തരാം. യാ കപ്പം, അവിയൽ, അച്ചാർ. കേരളത്തിൽ ആരും ഇന്നേ വരെ കാണാത്ത കോമ്പിനേഷൻ. പറ്റുമോ? ബേസ് ക്യാമ്പിലാണ് മോണക്കാട് സാറിനകത്ത്. വേറെ വീഡിയോ പിടിക്കാൻ പറ്റില്ല, ഇറങ്ങിയിട്ട് പിന്നെ ഇവിടെ ക്യാമറ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാ രാത്രി റെസ്റ്റോറൻറ്റ് ട്രക്ക് ചെയ്യുന്നുണ്ട്, അത് വേറെ രസം. കലങ്ങി. എന്തായാലും അത് വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലെ ഏർലി മോർണിംഗ് ട്രക്ക് ചെയ്തു, ഉച്ചയ്ക്ക് ചെയ്തു, അത് രാത്രിയും ചെയ്തു. ആനേനെ കാണാൻ പ്രതീക്ഷിച്ച, പക്ഷേ അതില്ല. അങ്ങനെ എനിവേ എല്ലാം ഭംഗിയായിട്ട് കാണും. ഇപ്പോൾ വീട്ടിലെത്താവുന്നതാണ് തിരുവനന്തപുരം. അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ ചെയ്യുന്നില്ല, ആവശ്യമില്ലല്ലോ. വിതുരയെത്തുന്നു, വിതുര നേരെ ട്രിവാൻഡ്രം ട്രെയിൻ കയറാം, വീട്ടിലേക്ക് വരാം. എല്ലാം ഭംഗിയായിരുന്നു. 2 മണിക്ക് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ബേസ് ക്യാമ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഇവിടെ സമയത്തുമ്പോൾ 6-7 മണിക്ക് പോകാം. എനിവേ അങ്ങനെ പോകുന്നവർ ശ്രദ്ധിക്കുക. കാടൊക്കെ ഉണ്ടെങ്കിൽ കാടൊക്കെ നോക്കി കാട് അറിഞ്ഞിറങ്ങി നമുക്ക് നടക്കാൻ പറ്റും. എന്തായാലും അടുത്ത വീഡിയോ ഹരിയോം നമഃശിവായ. ശിവരാത്രി വരാണ്, ശിവരാത്രി ആശംസകൾ. വലിയ പരിപാടികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. ഓക്കെ, യോഗി യാത്ര.